ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ ഓഫ് നോളജ് ഹണ്ടർ. അപ്പോൾ 7ാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും നോളജ് ഹണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ വീഡിയോ ഞാൻ ആസിഡ്സ് ആൻഡ് ബേസസ് 7ാം ക്ലാസ് BSലെ 2ാമത്തെ ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ആ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കണ്ടന്റും നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നത് നമ്മൾ ആ ഒരു ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളെപ്പോഴും ചെയ്യേണ്ടത്, ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ PS മാത്രമല്ല, ബാക്കിയുള്ള സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ചെയ്ത് പഠിക്കുക എന്നാണ്. മാക്സിമം ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക, എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ചൊരു മാർക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് ക്വസ്റ്റ്യൻ തന്നെയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു 2ാമത്തെ ചാപ്റ്റർ ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ലാറ്റസ് അസസിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണോ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് അടുത്തത് ഏത് വീഡിയോ ആണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് എടുക്കാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: Which among the following can be used as an indicator of acid? നമുക്ക് ഇവിടെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ആസിഡ് തിരിച്ചറിയാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻഡിക്കേറ്റർ, സൂചകം എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഓരോന്നും വായിച്ചു നോക്കാം. ഒന്നാമത്തെ ആള് ടെർമറിക്. ടെർമറിക് എന്ന് പറഞ്ഞാൽ മഞ്ഞൾ. നമ്മൾ മഞ്ഞളിനെയാണ് ടെർമറിക് എന്ന് പറയാം. പതിമുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് പതിമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം തിളപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പതിമുഖം. അതേപോലെ റെഡ് ലിറ്റ്മസ് പേപ്പർ എന്താണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഫിനോൾഫ്തലിൻ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഇതിലേതാണ് ആസിഡ് തിരിച്ചറിയാൻ പറ്റുന്ന ആൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ടെർമറിക് നമ്മൾ ബേസ് തിരിച്ചറിയാനാണ് ഉപയോഗിക്കുക. ടെർമറിക് നമ്മൾ ബേസ് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക. അതേപോലെ നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പർ നമ്മൾ ബേസ് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്ന ആളാണ് ബേസ്. അപ്പോൾ റെഡ് ലിറ്റ്മസ് പേപ്പർ നമ്മൾ ബേസ് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക. ഫിനോൾഫ്തലിൻ നമ്മൾ ബേസ് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ആസിഡ് തിരിച്ചറിയാൻ ഒരേ ഒരാളെ യൂസ് ചെയ്യാറുള്ളൂ, അത് നമ്മളുടെ പതിമുഖമാണ്. ആരാണ്? പതിമുഖമാണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. സോ ഓപ്ഷൻ B is the right answer. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which acid is used in automobile battery? മക്കളെ, എന്താണ് ഓട്ടോമൊബൈൽ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനങ്ങളുടെ ബാറ്ററിക്കാണ് നമ്മൾ ഓട്ടോമൊബൈൽ ബാറ്ററി എന്ന് പറയുക. അപ്പോൾ ഓട്ടോമൊബൈൽ ബാറ്ററിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? അപ്പോൾ ഓട്ടോമൊബൈൽ ബാറ്ററിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ് കേട്ടോ. സൾഫ്യൂരിക് ആസിഡാണ് നമ്മൾ ഓട്ടോമൊബൈൽ ബാറ്ററീസിൽ യൂസ് ചെയ്യുന്ന ആസിഡ്. അതേപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ മനുഷ്യന്മാരുടെ ആമാശയത്തിൽ, സ്റ്റൊമക്കിലാണ് കാണപ്പെടുക. അതേപോലെ നൈട്രിക് ആസിഡ് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുക. അതേപോലെ ഫോർമിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റബ്ബർ പാല് കട്ടിയാവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോർമിക് ആസിഡ്. അതേപോലെ ഈ ഫോർമിക് ആസിഡ് ഈ ഉറുമ്പുകളുടെ ശരീരത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക. സോ ഓപ്ഷൻ ഇതാ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ഏതാ? ഓപ്ഷൻ C ആണ് കേട്ടോ, സൾഫ്യൂരിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് കൃത്യമായിട്ട് നമുക്ക് വായിച്ചു നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: Among the liquids in the 3 beakers placed on the table. അപ്പോൾ ഒരു ടേബിളിൽ 3 ബീക്കർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. The first one is water. അപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് വൺ വാട്ടർ ആണ്. സോ ഇത് വാട്ടർ ആണ് കേട്ടോ, ഇത് വാട്ടർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, വാട്ടർ. ആൻഡ് ദ സെക്കൻഡ് ഈസ് ആൻ ആസിഡ്. അപ്പോൾ രണ്ടാമത്തെ ഒരു ആസിഡ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആസിഡ് എന്ന് എഴുതി, ആസിഡ്. ആൻഡ് ദ തേർഡ് ഈസ് എ ബേസ്. അപ്പോൾ മൂന്നാമത്തത് ഒരു ബേസ് ആണ്. സോ തേർഡ് ഈസ് എ ബേസ്. സോ അത് ഞാൻ എഴുതി. ഓക്കെ, ബേസ്. ഈസ് ഇറ്റ് റൈറ്റ് ടു ഐഡന്റിഫൈ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാം. ദം ബൈ ടച്ചിങ് എന്ന് പറഞ്ഞാൽ തൊടുക,
ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ രുചിച്ച് നോക്കുക, ഓർ സ്മെല്ലിങ്. ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇങ്ങനെയാണ്, ഈ 3 സാധനങ്ങളെ നമുക്ക് ടച്ച് ചെയ്തിട്ടോ ടേസ്റ്റ് ചെയ്തിട്ടോ സ്മെല്ല് ചെയ്തിട്ടോ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ളത്. പറ്റുമോ? ഒന്ന് വാട്ടർ ഉണ്ട്, ആസിഡ് ഉണ്ട്, ബേസ് ഉണ്ട്. ഇവരെ നമുക്ക് ഈ 3 രീതിയിൽ കൂടെ തൊട്ടിട്ടോ രുചിച്ച് നോക്കിയിട്ടോ മണത്തിട്ടോ തിരിച്ചറിയാൻ പറ്റുമോ? പറ്റൂല. കാരണം പറഞ്ഞുതരാം. കാരണം ഇവിടെ നോക്കടാ, ഈ ബീക്കറുകളിൽ ആസിഡും ഉണ്ട് ബേസും ഉണ്ട്. ഈ ആസിഡും ബേസും ഒക്കെ കെമിക്കലാണ്, അതായത് രാസപദാർത്ഥങ്ങളാണ്. അപ്പോൾ ആ രാസപദാർത്ഥങ്ങളൊക്കെ നമ്മൾ രുചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് ബാധിക്കും. ശരീരത്തിൽ ചിലപ്പോൾ പൊള്ളലുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും രോഗങ്ങൾ വരാം. രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഓക്കെ, എന്തെങ്കിലും നമുക്ക് സാരമായിട്ട് പറ്റാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അനുഭവപ്പെടാം. അങ്ങനെ അത് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്, നമ്മളുടെ ശരീരത്തിന് അത് ഹാംഫുൾ ആണ്. അതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യില്ല, തൊട്ട് നോക്കിയിട്ടോ രുചിച്ച് നോക്കിയിട്ടോ അല്ലെങ്കിൽ മണത്ത് നോക്കിയിട്ടോ തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ഇവർ തിരിച്ചറിയാം? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സജസ്റ്റ് എ മെത്തേഡ് ടു ഐഡന്റിഫൈ ഈച്ച് ഓഫ് ദം. അപ്പോൾ ഈ 3 ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ ഈ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് നമ്മൾ ഈ സൂചകങ്ങളെ ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മളുടെ സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ ലിറ്റ്മസ് പേപ്പർ, ഫിനോൾഫ്തലിൻ, മീഥൈൽ ഓറഞ്ച് പോലെയുള്ള ആളുകളെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആസിഡ് ആണോ ബേസ് ആണോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇവരെ തിരിച്ചറിയാനുള്ള ഒരു വഴി എന്താ? വി ക്യാൻ യൂസ് എ സ്യൂട്ടബിൾ ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇവരെ തിരിച്ചറിയാൻ നമുക്കൊരു അനുയോജ്യമായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ, ഒരു സൂചകം നമുക്ക് ഉപയോഗിക്കാം. മനസ്സിലായോ? സോ അതിൻ്റെ ആൻസർ ഇവിടെ കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആൻസർ വായിക്കുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ഇതിൻ്റെ ആൻസർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആവാം. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാനൊന്ന് ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നോക്കുക, ഇൻ ദ ലബോറട്ടറി. അപ്പോൾ ലബോറട്ടറികളിൽ മെറ്റാലിക് ക്യാപ്സ് ആർ നോട്ട് യൂസ്ഡ് ഫോർ ഗ്ലാസ് ബോട്ടിൽസ് കണ്ടെയ്നിങ് ആസിഡ്സ്. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദിസ്. ക്വസ്റ്റ്യൻ പറഞ്ഞത് എങ്ങനെയാണ്? നമ്മൾ ഈ ലബോറട്ടറികളിലൊക്കെ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഈ ആസിഡൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഗ്ലാസിൻ്റെ ബോട്ടിലുകളിലാണ്. ആ ഗ്ലാസിൻ്റെ ബോട്ടിലുകളുടെ അടപ്പ്, ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടപ്പ് മെറ്റാലിക് ക്യാപ്പുകളല്ല, അതായത് ലോഹം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള അടപ്പുകളല്ല. പകരം ഇതാ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഗ്ലാസിൻ്റെ ക്യാപ്പായിരിക്കും. എന്താണ് അതിനുള്ള കാരണം എന്ന് ചോദിച്ചു. നമ്മൾ എന്തുകൊണ്ട് ഇവിടെ മെറ്റലിൻ്റെ, ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെയോ സിങ്കിൻ്റെയോ ഒന്നും ക്യാപ്പുകൾ, അടപ്പുകൾ ഉപയോഗിക്കുന്നില്ല? പകരം എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഗ്ലാസിൻ്റെ അടപ്പുകൾ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. മക്കളെ, അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പം ഇങ്ങോട്ട് നോക്കുക, ഇപ്പം ഇങ്ങോട്ടേക്ക് നോക്കിക്കോളുക. നമുക്കറിയാം, ഈ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ നമ്മൾ ആസിഡാണ് സൂക്ഷിച്ച് വെക്കാറ്, ആസിഡാണുള്ളത്. അപ്പോൾ ഇതിൽ ആസിഡാണുണ്ടോ? നിറച്ച ആസിഡാണ്. ഈ ആസിഡിൻ്റെ അടപ്പ്, ഈ ടോപ്പ് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഞാനിവിടെ അടപ്പായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു മെറ്റലിൻ്റെ അടപ്പാണ്, ഒരു ലോഹത്തിൻ്റെ അടപ്പാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ബോട്ടിലുള്ള ആസിഡ് ഈ മെറ്റലുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ട് അവർ തമ്മിൽ റിയാക്ട് ചെയ്യും. അതായത് ഇവിടെയുള്ള ഈ മെറ്റലും ഈ ആസിഡും റിയാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മെറ്റലും ആസിഡും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യും. അങ്ങനെ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, ഈ ആസിഡ് ഇവാപ്പറേറ്റ് ആയി പോകും, അതായത് ഈ ആസിഡ് എന്ത് ചെയ്യും? ആവിയായിട്ട് മേലേക്ക് പോകും. അല്ലെങ്കിൽ ഈ കുപ്പിക്ക് എന്ത് വരാം? എന്തെങ്കിലും കേടുപാടുകൾ വരാം. ഓക്കെ, ഹൈഡ്രജൻ ആണുള്ളത്. അപ്പോൾ ഹൈഡ്രജൻ ഉണ്ടായത് കൊണ്ട് തന്നെ ഈ കുപ്പിക്ക് വല്ല കേടുകൾ പറ്റാം. അങ്ങനെ കുപ്പിക്ക് കേട് വന്ന് പറ്റിയാൽ ഈ ആസിഡൊക്കെ എന്ത് ചെയ്യാം? നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നമ്മൾ മെറ്റാലിക് ക്യാപ്പുകൾ ഈ ഗ്ലാസ് ആസിഡ് ഒഴിച്ചു വെച്ച ഗ്ലാസ് ബോട്ടിലുകൾക്ക് ഉപയോഗിക്കാറുള്ളത്. പകരം നമ്മൾ ഗ്ലാസിൻ്റെ അടപ്പ് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ആൻസർ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ ആണോ? സോ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സാമിന് ഇതുപോലത്തെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ വെക്കുക, എക്സാമിൻ എന്നാണ് പരിശോധിക്കുക. ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ ഇവിടെ ഒരു
ഒരു എ മുതൽ എച്ച് വരെ 1 2 3 4 5 6 7 8 ഒരു 8 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റുകൾ കൃത്യമായിട്ട് ഒന്ന് നിരീക്ഷിക്കുക, ഒന്ന് പരിശോധിക്കുക. ക്ലാസിഫൈ ദം ഓൺ ദ ബേസിസ് ഓഫ്, ക്ലാസിഫൈ എന്ന് പറഞ്ഞാൽ തരംതിരിക്കുക കേട്ടോ. ഓൺ ദ ബേസിസ് ഓഫ് പ്രോപ്പർട്ടീസ്, ഗുണങ്ങൾ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ചുരുക്കി പറഞ്ഞാൽ ഈ തന്നിട്ടുള്ളത് ആസിഡിന് അനുയോജ്യമായതാണോ ബേസിന് അനുയോജ്യമായതാണോ എന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് എഴുതാം. അപ്പോൾ ഒന്നാമത്തത് ഹാസ് സോർ ടേസ്റ്റ്. സോർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പുളി രുചിയുള്ളത്. പുളി രുചിയുള്ളത് ആസിഡുകൾക്കാണോ ബേസുകൾക്കാണോ? എന്താ സാറേ, ഒരു സിമ്പിൾ ചോദ്യമാണല്ലോ. ആർക്കാണ്? ആസിഡുകൾക്കാണ്. അപ്പോൾ ആസിഡ് ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ എ എന്ന് കൊടുത്തിട്ടോ, എ ഫോർ ആസിഡ്. ഓക്കെ. അതേപോലെ ടേൺസ് ടു പിങ്ക് വെൻ ഫിനോൾഫ്തലിൻ ഈസ് ആഡഡ്. ഫിനോൾഫ്തലിൻ എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ ഒഴിച്ചു കഴിഞ്ഞാൽ പിങ്ക് നിറം കാണിക്കുന്നത് ആരാണെന്നാ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിനോൾഫ്തലിൻ ഒഴിച്ചു കഴിഞ്ഞാൽ പിങ്ക് നിറം കാണിക്കുന്നത് ബേസുകളാണ്. സോ രണ്ടാമത്തതിന് ആൻസർ എന്താ? ബേസ്. അടുത്തത് സി എന്ന് പറഞ്ഞാൽ സ്ലിപ്പറി. സ്ലിപ്പറി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വഴുവഴുപ്പുള്ളതെന്ന് അർത്ഥം. അപ്പോൾ വഴുവഴുപ്പുള്ളത് ബേസുകൾക്കാണ്. സോ ഞാൻ അത് ബി എന്ന് കൊടുത്തു. ഓക്കെ. അടുത്തത് നോക്കാം. അടുത്തത് ടേൺസ് ടു പിങ്ക്. പിങ്ക് എന്ന് പറഞ്ഞാൽ പിങ്ക് നിറം വെൻ മീഥൈൽ ഓറഞ്ച് ഈസ് ആഡഡ്. മീഥൈൽ ഓറഞ്ച് ഒഴിച്ചു കഴിഞ്ഞാൽ പിങ്ക് നിറം കാണിക്കുന്നത് ആരാ? പിങ്ക് നിറം കാണിക്കുന്നത് ആസിഡ്സ് ആണ് കേട്ടോ. ഓക്കെ, പഠിച്ചു വെക്കുക, ആസിഡ്സ് ആണ്. ടേൺസ് ദ കളർ ഓഫ് പതിമുഖം വാട്ടർ ഇൻ ടു യെല്ലോ. പതിമുഖം വെള്ളത്തിനെ മഞ്ഞ നിറമാക്കുന്നത് ആരാ? മഞ്ഞ നിറമാക്കുന്നത് ആരാ? അതും ആസിഡ്സ് ആണ് കേട്ടോ. ആരാണ്? ആസിഡ്സ് ആണ്. ഓക്കെ. അടുത്തത് റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ. റെഡ് ലിറ്റ്മസ് ടേൺസ് ബ്ലൂ. അതായത് ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ നീല നിറമാക്കുന്നത് ആരാ? ചുവപ്പ് ലിറ്റ്മസ് നീല നിറം, കളർ നോക്കാം. ചുവപ്പ് ലിറ്റ്മസ് ഇവിടെ, ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ നീലയാക്കുന്നത് ആരാ? യെസ്, ബേസുകളാണ്. ഓക്കെ, ബേസുകളാണ് കേട്ടോ. അതേപോലെ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആക്കുന്നത് ആരാ? ആസിഡ് ആണ്. അപ്പൊ റെഡ് ലിറ്റ്മസ് ബ്ലൂ ആക്കുന്നത് ബേസ് ആയിരിക്കും, സംശയമില്ലല്ലോ. അടുത്തത് റിയാക്ട്സ് വിത്ത് മെറ്റൽസ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ. മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കൂടി ചേർന്നിട്ട് അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ട് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ആരാ? ആസിഡാണ് സാറേ. അപ്പം എന്ന് കൊടുത്തു. അടുത്തത് ഹാസ് ആൽക്കലൈൻ ടേസ്റ്റ്. ആൽക്കലൈൻ ടേസ്റ്റ് ഉള്ളത് ആർക്കാ? ബേസസിനാണ്. സോ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ റെഡി. അപ്പോൾ നിങ്ങളിത് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ടേബിളൊക്കെ വരയ്ക്കുക. ഒന്നാമത്തെ ടേബിളിൽ ആസിഡ് കൊടുക്കുക, രണ്ടാമത്തെ ടേബിളിൽ ബേസ് കൊടുക്കുക. എന്നിട്ട് ആസിഡിന് അനുയോജ്യമായത് ആരൊക്കെയാണോ അത് ആസിഡിൻ്റെ കോളത്തിൽ എഴുതുക. അതേപോലെ ബേസസിന് അനുയോജ്യമായ പോയിന്റ്സ് ഏതൊക്കെയാണോ അത് ബേസിൻ്റെ കോളത്തിൽ എഴുതുക. മനസ്സിലായല്ലോ? അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടേബിൾ നമ്മളോട് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നോക്കുക. അപ്പോൾ ഒന്നാമത്തെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഇൻഡിക്കേറ്റർ ഓഫ് ആസിഡ്, ആസിഡിൻ്റെ ഇൻഡിക്കേറ്റർ ഏതൊക്കെയാണെന്ന് നാച്ചുറലും ഉണ്ട്, ലാബുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നെന്താ? ഹിബിസ്കസ് പേപ്പർ. ഓക്കെ, അതായത് ചെമ്പരത്തി ഉരച്ച പേപ്പർ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആസിഡിൻ്റെ നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ നോക്കുക, ഞാൻ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. പതിമുഖം വാട്ടർ, പതിമുഖം ഒഴിച്ച വെള്ളം, പതിമുഖത്തിൻ്റെ വെള്ളം നമ്മൾ ആസിഡിൻ്റെ നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ബീട്രൂട്ട്. ഓക്കെ. അതേപോലെ ലാബുകളിൽ ഉപയോഗിക്കുന്നതാണെങ്കിലോ ആസിഡ് തിരിച്ചറിയാൻ ലാബുകളിൽ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ആള് മീഥൈൽ ഓറഞ്ച് ആണ്. അത് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂ ലിറ്റ്മസ്, നീല ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കാറുണ്ട്. അടുത്തത് ഇൻഡിക്കേറ്റർ ഓഫ് ബേസസ്. ബേസുകളെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആരൊക്കെയാ? നാച്ചുറലും ഉണ്ട്, യൂസ്ഡ് ഇൻ ലാബും ഉണ്ട്. അപ്പോൾ നാച്ചുറൽ ഏതൊക്കെയാണെന്ന് നോക്കാം. നാച്ചുറലായിട്ട് ബേസുകളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ആളുകൾ ഒന്ന് ടെർമറിക്, മഞ്ഞളാണ്. അതേപോലെ റെഡ് ക്യാബേജ്. ഓക്കെ, റെഡ് ക്യാബേജും അതേപോലെ ഹിബിസ്കസ്, ചെമ്പരത്തിയും. അതേപോലെ ലാബുകളിൽ ഉപയോഗിക്കുന്നത് ഫിനോൾഫ്തലിൻ ഉപയോഗിക്കാറുണ്ട്. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആസിഡും തിരിച്ചറിയാൻ പറ്റും, ബേസും തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ നമ്മൾ ആസിഡിലേക്ക് ബേസിലേക്ക് മുക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ കളറാണ് കിട്ടുക. അപ്പോൾ ആ കളർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുക, തീരുമാനിക്കുക. അപ്പോൾ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യാം. അതേപോലെ റെഡ് ലിറ്റ്മസ്, ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ടേബിൾ കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വയ്ക്കുക, ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ നമ്മുടെ ലെറ്റസ്റ്റ് അസസ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി മോർ ക്വസ്റ്റ്യൻ, ഒരുപാട് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും അതുവരെ ബൈ. പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്ട് മറന്നുപോയതാണ്. അതായത് നിങ്ങൾക്ക് ഈ നോട്ട്സ് ഒക്കെ വേണമെങ്കിൽ, അതായത് ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന ഈ നോട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ടാഗ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന്